ഹലോ, ഇന്ന് നമുക്കൊരു നല്ല ഡേറ്റ്സും ലെമണും കൂടി ഇട്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. ആദ്യം ലെമൺ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഒരു 3-4 ലെമണേ ഉണ്ടായിരുന്നുള്ളേ. 3-4 കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നതാണേ. എന്നിട്ട് ഈത്തപ്പഴത്തിനകത്ത് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനു മുമ്പേ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 വെളുത്തുള്ളി മതി. 3-4 വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചിങ്ങനെ മൂക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. കടുക് വറ കടുക് വറ കടുക് വറ കേട്ടിട്ടില്ലേ നമ്മളാ ഉർവശി ചേച്ചിയുടെ കടുക് വറ? അങ്ങനെ അത് ഇച്ചിരി മൂക്കിട്ട് കേട്ടോ, നല്ലതുപോലെ മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനും എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത്, ഒരു കൈ കൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലേ. എന്നിട്ട് തീ നമ്മൾ ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് 1/2 സ്പൂൺ പൊടിയായിട്ട് നമുക്ക് മല്ലിപ്പൊടി ചിലർ ഉപയോഗിക്കത്തില്ല. എനിക്ക് കുറേ നാൾ വെച്ചേക്കാൻ വേണ്ടിയിട്ടല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഉപയോഗിച്ചത് കേട്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട്, പിരിയമുളക് പൊടി കുറച്ച്, 1 സ്പൂൺ കാശ്മീരി പൗഡറും 1 സ്പൂൺ നോർമൽ ചില്ലി പൗഡറും ഇട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും ഇട്ട് ചെറിയ തീയിലിട്ടേക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ, അത് ഓർമ്മ വേണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നാരങ്ങ നേരത്തെ കൂട്ടി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 നാരങ്ങയുള്ളേ, അതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിട്ട് കൊടുക്കുക. അതിനകത്ത് മസാല എല്ലാം പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നാരങ്ങേരി എല്ലാം പിടിക്കണം. ചിലർ നാരങ്ങ പുഴുങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പക്ഷെ പുഴുങ്ങിയൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് ഒരു 3-4 നാരങ്ങയല്ലേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്കാണ് കേട്ടോ. പെട്ടെന്ന് തീരാനാണെങ്കിൽ നമുക്കിങ്ങനെ പുഴുങ്ങേണ്ടതൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആദ്യം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നമ്മൾ കടകളിലാണെങ്കിൽ ഭയങ്കര ഉപ്പല്ലേ, നമ്മളെ വീട്ടിൽ വയ്ക്കുമ്പോൾ അത്ര ഉപ്പൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഡേറ്റ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 10 ഡേറ്റ്സ് ഉണ്ട്. 4 നാരങ്ങയ്ക്ക് 10 ഡേറ്റ്സിന് കുരു കളഞ്ഞിട്ട്, 10 6 ഡേറ്റ്സേ ഉള്ളൂ. കുരു കളഞ്ഞിട്ട് അത് ഇട്ടിട്ട് നമ്മൾ അപ്പോഴേ ഇളക്കരുത്, അടച്ചിങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് കുറച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യണേ. നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒരു തുള്ളി കയ്പ്പ് പോലും ഉണ്ടാവത്തില്ല, ഒരു തുള്ളി കയ്പ്പ് പോലും കാണത്തില്ല കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈത്തപ്പഴമൊന്നും നല്ല കുഴ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇങ്ങനെ നമുക്ക് ഒരു തുള്ളി ആ വിനാഗിരിയുടെ ഒരു അംശം പോലും വരാത്ത രീതിയിൽ നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് എല്ലാവരും നിന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ കണ്ട നല്ല ക്രീമി ടെക്സ്ചർ വരുന്നത് കണ്ട. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കുറച്ച് ഫുഡും കൂടെ കഴിക്കാൻ. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് വെച്ചിട്ട് വീണ്ടും കഴിക്കുന്നതായിരിക്കും ചോറ്. അങ്ങനെ നല്ലൊരു പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ടോ, അതേ കണക്കാക്കിയിട്ട് നമുക്ക് കോരാം. നല്ല അടിപൊളി ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിൾ റെഡി.